നമസ്കാരം. കഴിഞ്ഞ ആഴ്ച ഓഹരി വിപണിയെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച നല്ല രീതിയിൽ സെൽ ഓഫ് വന്ന ഒരു ദിവസമായിരുന്നു. അമേരിക്കയിൽ മാന്ദ്യം വരുന്നു എന്നുള്ള ഒരു ചെറിയൊരു സ്തുതി വന്നതോടുകൂടി അമേരിക്കൻ വിപണികൾ നല്ല രീതിയിൽ ഒരു സെല്ലിംഗ് പ്രഷറിന് വിധേയമായി. ആ സെല്ലിംഗ് പ്രഷർ ഏഷ്യൻ വിപണിയിലേക്കും അതുപോലെ ഇന്ത്യൻ വിപണിയിലേക്കും വന്നു. അതുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റ് 24,750 താഴെയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി 51,350 ലെവലുകളിലുമാണ് ക്ലോസ് ചെയ്തത്. പൊതുവെ ഇൻഡെക്സിലൊക്കെ ഒരു സെല്ലിംഗ് പ്രഷർ ഫീൽ ചെയ്യുന്നുണ്ട്. നിഫ്റ്റിയെക്കാട്ടിലും വീക്ക് ആയിട്ടാണ് കഴിഞ്ഞ ആഴ്ച ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നത്. എന്നാൽ ഈ ആഴ്ച നേരെ തിരിച്ചാണ്. ബാങ്ക് നിഫ്റ്റിയെക്കാളും കുറച്ച് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണിക്കുന്നത്. അമേരിക്കയിൽ നിന്ന് വന്ന ഡേറ്റകളാണ് ഇത്രയും നിരാശയ്ക്ക് കാരണമായത്. അമേരിക്കയിൽ നിന്ന് വന്ന തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് എന്നുള്ള എടുത്ത നടപടികളെല്ലാം പരാജയപ്പെട്ടുവെന്നും അതുപോലെ തന്നെ അവിടുത്തെ കൺസ്ട്രക്ഷൻ സ്പെൻഡിങ് ഡേറ്റ വന്നത് വളരെ മോശമായിരുന്നു. ഫാക്ടറി ഔട്ട്പുട്ട് മോശമായിരുന്നു. പർച്ചേസ് മാനേജേഴ്സ് ഇൻഡെക്സ് വന്നത് മോശമായിരുന്നു. അപ്പോൾ ഈ ഡേറ്റാസ് എല്ലാം മോശമായതുകൊണ്ടാണ് മൊത്തത്തിൽ ഗ്ലോബലി ഒരു സെൽ ഓഫ് വന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യൻ വിപണിയിലും അത് റിഫ്ലക്ട് ചെയ്യും. അതുപോലെ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് റേറ്റ് കട്ട് ചെയ്തിരുന്നു. ചൈനീസ് ബാങ്കും റേറ്റ് കട്ട് ചെയ്തിരുന്നു. പലരും ഇൻഫ്ലേഷന് അനുകൂലമായെന്നുള്ള രീതിയിൽ റേറ്റ് കട്ടിംഗ് ഒക്കെ തുറന്നിട്ടുണ്ട്. ഈ ജപ്പാൻ വിപണിയിൽ അവര് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ചെയ്യുകയായിരുന്നു ചെയ്തത്. അത് മൊത്തത്തിലൊരു അവിടുത്തെ ബോണ്ട് മാർക്കറ്റിനെയൊക്കെ മോശമായിട്ട് അഫക്ട് ചെയ്യും. അപ്പോൾ അത്തരത്തിൽ വരുന്നതുകൊണ്ട് ജപ്പാൻ വിപണി ഏതാണ്ട് 5% താഴെയായിരുന്നു. മൊത്തത്തിലൊരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിലുണ്ട്. അതിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ വിപണിയാണ് ഒരു പരിധി വരെ പിടിച്ചു നിന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതൊരു പോസിറ്റീവായ കാര്യം തന്നെയാണ്. ഒരു 24,600 ലെവല് നിഫ്റ്റിക്ക് ഒരു സപ്പോർട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി 51,200 ലെവലാണ് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ടുള്ളത്. അതിന് താഴെ വന്നാൽ കുറച്ച് സെല്ലിംഗ് പ്രഷറാണ്. പക്ഷേ തിങ്കളാഴ്ച ഒരു 100 പോയിന്റ് മൈനസ് ആയിട്ടായിരിക്കാം വിപണി ഓപ്പൺ ചെയ്യുന്നത്. STX നിഫ്റ്റിയുടെ ക്ലോസിംഗ് ഒക്കെ അതാണ് കാണിക്കുന്നത്. അങ്ങനെ വന്നാൽ പോലും ഒരു റിക്കവറിക്ക് സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത്. പക്ഷേ ആ റിക്കവറിയിൽ നിൽക്കാതെ വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ വന്നു കഴിഞ്ഞാൽ നമ്മൾ പൊസിഷനൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഒരു ചെറിയ പീരീഡിലേക്ക് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. തീർത്തും മാർക്കറ്റ് ബെയറിഷ് സെന്റിമെന്റിലേക്ക് കടന്നിട്ടല്ല, പോസിറ്റീവായിട്ട് തന്നെയാണ് മാർക്കറ്റ് ഇപ്പോഴും നിൽക്കുന്നത്. ക്ലോസിംഗ് ഒരു അല്പം നെഗറ്റീവ് സൂചന തരുന്നുണ്ട്. അതായത് 24,750 താഴെയുള്ള ക്ലോസിംഗ് ഒരു അല്പം നെഗറ്റീവ് സൂചന ടെക്നിക്കലി നിഫ്റ്റി കാണിക്കുന്നുണ്ട്. എങ്കിലും സാധാരണഗതിയിൽ തിങ്കളാഴ്ചത്തെയോ ചൊവ്വാഴ്ചത്തെയോ മാർക്കറ്റ് അത് റിക്കവർ ചെയ്യാൻ സാധ്യതയുണ്ട്. വളരെ ചെറിയ സാധ്യതയാണ്. ഗ്ലോബൽ ന്യൂസ് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പ്രശ്നം ഒരു വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ടെന്ന് പലരും പറയുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ അതിർത്തിയിലും ചില നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് ന്യൂസുകൾ. തീവ്രവാദികൾക്കെതിരെ ചിലപ്പോൾ ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലെയൊക്കെ എന്തെങ്കിലും വന്നാൽ അനൗൺസ്മെന്റ് വരുമ്പോൾ മാർക്കറ്റ് അതുപോലെ പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ആഴ്ച മാർക്കറ്റിൽ നിന്ന് ഒരു പരിധി വരെ മാറി നിൽക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ വളരെ ഒരു 10%, 20% മാത്രം ഇൻവെസ്റ്റ്മെന്റിനോ ട്രേഡിങ്ങിനോ ഒക്കെ ഉപയോഗിച്ച് കൃത്യമായ സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യുന്നതായിരിക്കാം നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇനി വരുന്ന ആഴ്ചകളിൽ നമ്മളെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഡേറ്റകളും റിസൾട്ടുകളെ പറ്റി നമുക്ക് നോക്കാം. തിങ്കളാഴ്ച 5-ാം തീയതി ഇന്ത്യയുടെ കോമ്പോസിറ്റ് PMIയും ചൈനീസ് PMIയും US സർവീസ് PMIയും വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 6-ാം തീയതി ഓസ്ട്രേലിയൻ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും US എക്സ്പോർട്ട് ഡേറ്റയും വരുന്നുണ്ട്. ഇനി 8-ാം തീയതി ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം RBIയുടെ റേറ്റ് ഡിസിഷൻ ഒരു ക്രൂഷ്യലായ കാര്യമാണ്. അവരുടെ കമന്ററിയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. 9-ാം തീയതി ഇന്ത്യൻ ബാങ്കിന്റെ ലോൺ അല്ലെ ഡെപ്പോസിറ്റ് ഗ്രോത്ത്, അതുപോലെ തന്നെ ചൈനയുടെ ഇൻഫ്ലേഷൻ, ഇത്രയാണ് പ്രധാനപ്പെട്ട ഡേറ്റ വരുന്നത്. അമേരിക്കൻ മാർക്കറ്റിൽ നിന്ന് ഇനി വരാനുള്ള ഡേറ്റയും മൈനസ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ അത് മാർക്കറ്റിനെ കുറച്ചുകൂടി അഫക്ട് ചെയ്യുന്നതായിട്ട് സാധ്യതയുണ്ട്. ഇനിയുള്ളത് റിസൾട്ടാണ്. 5-ാം തീയതി ഭാരതി എയർടെലിലെ മാരിക്കോ ONGCയുടെ റിസൾട്ട് ഉണ്ട്. 6-ാം തീയതി ലൂപ്പിന് TVS മോട്ടോർ, ഫോർട്ടീസ് ഹെൽത്ത് കെയർ, ടാറ്റ പവറിന്റെ റിസൾട്ട് ഉണ്ട്. ഇനി 7-ാം തീയതി ഗോദ്രേജ് കൺസ്യൂമർ പ്രോഡക്റ്റ്, പിഡിലൈറ്റ്, കൊറമാൻഡൽ ഇന്റർനാഷണൽ, അത്രയും കമ്പനികൾ, പ്രധാനപ്പെട്ട കമ്പനികളുടെ പേര് മാത്രമേ പറയുന്നുള്ളൂ. 8-ാം തീയതി LIC, ABB, ഭാരത് ഫോർജ്, ഐഷർ മോട്ടോഴ്സ്, പേജ് ഇൻഡസ്ട്രി, കൊച്ചി ഷിപ്പ്യാർഡ് എന്നിവയുടെ റിസൾട്ട് ഉണ്ട്. 9-ാം തീയതി ട്രെൻഡ്, ഇൻഫോ എഡ്ജ്, സൈഡസ് ലൈഫ് സയൻസ്, സൺ TV നെറ്റ്വർക്കിന്റെ റിസൾട്ട് ഉണ്ട്. അതുപോലെ തന്നെ 10-ാം തീയതി ഓറോ ഫാർമയുടെയും ബിനാറ്റി ഓർഗാനിക്സിന്റെയും റിസൾട്ട് ഉണ്ട്. പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ട് പറഞ്ഞു പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. അടുത്തത് IPO ആണ്. 6-ാം തീയതി പബ്ലിക് ഇഷ്യൂ വരുന്നുണ്ട് ഫസ്റ്റ് ക്രൈയുടെ. ഇനി IPO ലിസ്റ്റിംഗ് അന്ന് തന്നെ അക്രംസ് ഡ്രഗ്സിന്റെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ വ്യാഴാഴ്ച 8-ാം തീയതി നമുക്ക് സീഗൽ ഇന്ത്യയുടെ ലിസ്റ്റ് ചെയ്യപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ 9-ാം തീയതി ഓല ലിസ്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു.
ഇനി നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 24,717 ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സപ്പോർട്ട് കാണുന്നത് 24,600, 24,400 ലെവലിലാണ്. റെസിസ്റ്റൻസ് ഉള്ളത് 24,850, 950 ലെവലുകളിലാണ് റെസിസ്റ്റൻസ് ഉള്ളത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 51,200, 50,800, 50,600 ലെവലാണ് സപ്പോർട്ട്. റെസിസ്റ്റൻസ് ഉള്ളത് 51,600, 51,900 ലെവലിലാണ് ബാങ്ക് നിഫ്റ്റിക്ക് റെസിസ്റ്റൻസ് ഉള്ളത്. ഇനി നമുക്ക് ബ്രേക്ക്ഔട്ട് സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ വരുന്ന ആഴ്ച ബ്രേക്ക്ഔട്ട് സ്റ്റോക്കുകളിൽ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം ഗ്ലോബലി ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സ് നിൽക്കുന്നുണ്ട്. എല്ലാ കാലത്തും ബ്രേക്ക്ഔട്ട് സ്റ്റോക്കുകൾ ഉണ്ടാകും. സാധാരണ മാർക്കറ്റ് മോശമായിട്ട് പെർഫോം ചെയ്യുമ്പോൾ പോലും ചില സ്റ്റോക്കുകൾ നന്നായിട്ട് പെർഫോം ചെയ്യാറുണ്ട്. അത്തരത്തിൽ ചില സ്റ്റോക്കുകൾ മാത്രമാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. ട്രേഡ് ചെയ്യാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ല. മാർക്കറ്റിന്റെ കണ്ടീഷൻ ഒരല്പം സെല്ലിംഗ് പ്രഷർ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇത് നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ പഠിക്കുന്നവർ വാച്ച് ലിസ്റ്റിൽ സൂക്ഷിക്കുക, സ്റ്റോക്കിന്റെ മൂവ്മെന്റ് മനസ്സിലാക്കുക. സാധാരണ മാർക്കറ്റ് വേറെ സെന്റിമെന്റ്സിനോട് അടുത്ത് നിൽക്കുമ്പോൾ പോസിറ്റീവായിട്ട് കാണുന്ന സ്റ്റോക്കുകൾ അത് കഴിഞ്ഞ് മാർക്കറ്റ് തിരിച്ചു കയറുമ്പോൾ നല്ല റിട്ടേൺ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം സ്റ്റോക്കുകൾ തീർച്ചയായിട്ടും വാച്ച് ലിസ്റ്റിൽ സൂക്ഷിക്കുക. 7ഓളം സ്റ്റോക്കുകളാണ് വാച്ച് ലിസ്റ്റിൽ സൂക്ഷിക്കുക. ഇത് ട്രേഡ് ചെയ്യാനല്ല, നിങ്ങൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുടെ ഉപദേശം ചെയ്ത് മാത്രം ട്രേഡ് ചെയ്യുകയോ ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്യുക. വരുന്ന ദിവസങ്ങളിൽ ഞാൻ 1-2 സ്റ്റോക്കുകൾ സൂചിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് ജുംലൻ ഇൻഗ്രീവിയാണ്. അടുത്തത് സ്പെഷ്യാലിറ്റി കെമിക്കൽ സെക്ടറിൽ നിന്നുള്ള ഈ ഒരു കമ്പനി ഏതാണ്ട് 640, 650 ലെവൽ ഒരു ബ്രേക്ക്ഔട്ട് സോണാണ്. അത് ബ്രേക്ക്ഔട്ട് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു അപ്സൈഡിൽ പോകാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. നമുക്കൊരു 550 ലെവലൊക്കെ ഒരു ഷോർട്ട് ടൈമിലേക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്ന സ്റ്റോക്കാണ്. അടുത്തത് ക്യാപ്ലിൻ പോയിന്റ് ആണ്. ഫാർമ സെക്ടറിൽ നിന്നുള്ള ഈ ഒരു കമ്പനി ബ്രേക്ക്ഔട്ട് ജസ്റ്റ് കഴിഞ്ഞ് നിൽക്കുകയാണ്. 1650 മേൽ കുറച്ചുകൂടെ ഒരു മൊമെന്റം പ്രതീക്ഷിക്കാൻ സാധിക്കും. ഇനി മറ്റൊന്ന് ടാറ്റ പവർ ആണ്. എല്ലാവർക്കും അറിയാം ടാറ്റ പവർ വളരെ നല്ല രീതിയിൽ റിട്ടേൺ നൽകിയ ഒരു കമ്പനിയാണ്. പവർ സെഗ്മെന്റിൽ നിന്നുള്ള ഈ ഒരു കമ്പനി 460, 465 ലെവൽ ഒരു ബ്രേക്ക്ഔട്ട് ലെവലാണ്. മറ്റൊരു കമ്പനി മൊണാർക്കാണ്. ഇത് ഒരു സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫേമാണ്. കഴിഞ്ഞ ദിവസം ഗ്യാപ്പിൽ ഓപ്പൺ ചെയ്തു. ഈ കമ്പനി ഒരു 715 ലെവലൊരു ബ്രേക്ക്ഔട്ട് സോൺ ആണ്. അത് കട്ട് ചെയ്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു കമ്പനി എപ്പിഗ്രാണ്. ഇത് വീണ്ടും ഒരു സ്പെഷ്യാലിറ്റി കെമിക്കൽസിൽ വരുന്ന ഒരു കമ്പനിയാണ്. ബ്രേക്ക്ഔട്ട് കഴിഞ്ഞ് നിൽക്കുകയാണ്. 1830, 1840 ലെവലിന് മുകളിലേക്ക് ഒരു അപ്സൈഡ് ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊന്ന് നൈക്കയാണ്. പേഴ്സണൽ കെയർ സെഗ്മെന്റിലുള്ള ഈ ഒരു കമ്പനി 200 ലെവൽ ബ്രേക്ക്ഔട്ട് കഴിഞ്ഞ് നിൽക്കുകയാണ്. അതിന് മുകളിൽ വരുന്ന ദിവസങ്ങളിൽ ട്രേഡ് ചെയ്യപ്പെടുമെന്ന് വിചാരിക്കുന്നു. വരുന്നത് സുപ്രിയയാണ്. ഫാർമ സെക്ടറിൽ നിന്നുള്ള ഒരു കമ്പനിയാണ്. ബ്രേക്ക്ഔട്ടിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. 425 ലെവൽ ക്രോസ് ചെയ്താൽ ഒരു അപ്സൈഡ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇത്തരം കമ്പനികൾ കൂടുതലും വന്നേക്കുന്നത് ഫാർമയിൽ നിന്നോ അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി കെമിക്കൽസിൽ നിന്നോ ആണ്. അപ്പോൾ ഫാർമ സെക്ടറും ഒക്കെ ഒരു ബ്രേക്ക്ഔട്ട് ലെവലിൽ തന്നെയാണ് ഇപ്പം നിൽക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫാർമ ബീസ് ഒക്കെ കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഫാർമ ബീസ് ഈ ഫാർമ സ്റ്റോക്കുകളെ അപേക്ഷിച്ച് ഫാർമ ബീസ് ഒക്കെ മേടിക്കുമ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ഒരല്പം സ്റ്റോക്കുകളെ അപേക്ഷിച്ച് കുറവായിരിക്കും. അതായത് ഇത്തരം സമയത്ത് നമുക്ക് ബീസുകൾ വളരെ മാർക്കറ്റ് ഡൗൺ സൈഡ് പ്രതീക്ഷിക്കുമ്പോൾ നമുക്ക് ബീസുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. കാരണം ഡൗൺ സൈഡ് നമുക്ക് ഒരു പരിധി വരെ പോവുള്ളൂ. സ്റ്റോക്കുകളെക്കാട്ടിലും ഡൗൺ സൈഡ് പോകാനുള്ള സാധ്യത കുറവാണ്. സ്റ്റോക്കുകൾ ഒരുപക്ഷെ പർട്ടിക്കുലർ സ്റ്റോക്ക് ഒക്കെ നല്ല രീതിയിൽ ഒരു കറക്ഷൻ വരുമ്പോൾ താഴേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ബീസുകൾ ഒരു പരിധി വരെ ഈ വീഴ്ചയിൽ ഒന്ന് പ്രതിരോധിക്കാൻ സഹായിക്കും. താഴെ പോകുന്നില്ല എന്നല്ല പറയുന്നത്, താഴെ പോകും. പക്ഷേ പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ വളരെ കുറവായിട്ടാണ് കാണുന്നത് പോലെ. അതുപോലെ തന്നെ PSU ബാങ്ക് സെക്ടർ ഒരു ചെറിയൊരു ബൈങ് കാണിക്കാൻ സാധ്യതയുണ്ട്. IT സെക്ടർ കഴിഞ്ഞ ദിവസത്തെ സെല്ലിങ്ങിന് ശേഷം ഒന്ന് തിരിച്ചു വരാൻ ഉള്ളൊരു സാധ്യതയുണ്ട്. അമേരിക്കൻ വിപണികളിൽ ലാർജ് ക്യാപ്പിൽ നിന്ന് അവർ സ്മോൾ ക്യാപ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നെങ്കിൽ പോലും കഴിഞ്ഞ ദിവസത്തെ വീഴ്ചയിൽ സ്മോൾ ക്യാപ്പ് നന്നായിട്ട് കറക്റ്റ് ചെയ്തതായി കണ്ടു. അപ്പോൾ എല്ലാ ഇൻഡെക്സുകളും നമ്മൾ ശ്രദ്ധിക്കുക, സെക്ടറുകൾ ശ്രദ്ധിക്കുക. സെക്ടറുകളിൽ ബുള്ളിഷായിട്ട് നിൽക്കുന്ന സ്റ്റോക്കുകളിൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം എടുക്കാനേ പാടുള്ളൂ. കാരണം മാർക്കറ്റ് നെഗറ്റീവ് സെന്റിമെന്റ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു കറക്ഷൻ വരാൻ സാധ്യതയുണ്ട്. കാരണം ഗ്ലോബലി വരുന്ന ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും അതുപോലെ ഇതുപോലെ വരുന്ന ഡേറ്റാസുകളും ഒക്കെ ഒരല്പം മാർക്കറ്റിനെ ഒരു സെല്ലിംഗ് പ്രഷറിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ട്. മറ്റു മാർക്കറ്റുകളെ അപേക്ഷിച്ച് ഇന്ത്യൻ മാർക്കറ്റ് ഒരല്പം പൊസിഷനിങ് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.